ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തെ ഒരു വ്യക്തിഗത വിജയഗാഥയാണ്, പ്രത്യേകിച്ച് വെസ്റ്റീജ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം. അതെ, വെസ്റ്റീജിൽ ഒരു പ്രധാനപ്പെട്ട ലീഡറായ ശിവം ഗോസ്വാമി, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോയിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വന്നൊരാൾക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് വഴി വെസ്റ്റീജിലൂടെ ഇത്രയും വലിയ വിജയം നേടാൻ കഴിഞ്ഞത്? ആ യാത്രയിലെ സാധ്യതകൾ, പിന്നെ അതിന്റെ വഴികൾ എത്ര ലളിതമായിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. തുടങ്ങാമല്ലേ? അപ്പോൾ ശിവം ഗോസ്വാമിയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡൽഹിയിലെ റാംജാസ് കോളേജിൽ പഠിക്കുന്ന ഒരു സാധാരണ കോളേജ് സ്റ്റുഡന്റ്. അതെ, അച്ഛന് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ചേരാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിക്ക് പോകാനോ ഒന്നും പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. ജോലിയെ ശരിക്കും ഒരു കൂട് ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. ആ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിഞ്ചട ലോഹേ കാഹോ യാ സോനേ കാഹോ, പിഞ്ചട ഹോത്താ ഹേ. അതെ, കൂട് ഇരുമ്പിൻ്റെതായാലും സ്വർണത്തിൻ്റെതായാലും അതൊരു കൂട് തന്നെ. ശരിയാണ്. അതെ, ഈ ചിന്തകഥയിൽ തന്നെ ഒരു തുടക്കമല്ലേ? തീർച്ചയായും. അതായത് ആ ഒരു പരമ്പരാഗത ചിന്താഗതിയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവ്. എല്ലാവരും ഒരു ജോലി അല്ലെങ്കിൽ കുടുംബ ബിസിനസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഒരു ഫ്രീഡം വേണമെന്നുള്ള ചിന്ത. ശരിയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് പോലുള്ള മേഖലകൾക്ക് ഒരു സാധ്യത കൊടുക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ചിന്താഗതിയാണ്. സ്വന്തം സമയത്ത് സ്വന്തമായി വളരാനുള്ളൊരു അവസരം. അതെ, അങ്ങനെയുള്ള ഒരു ചിന്തയുമായി നടക്കുമ്പോഴാണ് ഒരു സുഹൃത്തു വഴി വെസ്റ്റീജിന്റെ ഒരു ഇവന്റിലേക്ക് എത്തുന്നത്. അവിടെയാണ് വഴിത്തിരിവ്. അവിടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും മാർക്കറ്റിംഗ് പ്ലാനിനെക്കുറിച്ചും ഒക്കെ കേട്ടു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ശരിക്കും അദ്ദേഹത്തെ ടച്ച് ചെയ്തത് അതൊന്നുമല്ലായിരുന്നു. എന്തായിരുന്നു അത്? ആ വേദിയിൽ വന്ന് സംസാരിച്ച സാധാരണ മനുഷ്യർ വെസ്റ്റീജ് അവരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് അവർ സ്വന്തം അനുഭവം പങ്കുവച്ചത്, ആ ടെസ്റ്റിമോണിയൽസ്. അതെ അതെ, ഈ അനുഭവ സാക്ഷ്യങ്ങൾ, നമ്മളീ പറയുന്ന സോഷ്യൽ പ്രൂഫ്, അതിന് ഭയങ്കര ശക്തിയാണ് ഡയറക്റ്റ് സെല്ലിംഗില്. ശരിയാണ്. കാരണം നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു വിശ്വാസം കൊടുക്കും. ഹേയ്, ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കും പറ്റുമായിരിക്കുന്നൊരു തോന്നല്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? മറ്റൊരാളുടെ വിജയം കണ്ടിട്ട് നമുക്കൊരു ഊർജ്ജം കിട്ടുന്നത്. ഇവന്റ് മതിയായിരുന്നു ശിവത്തിന്. അവിടെ വെച്ച് തന്നെ വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു തുടക്കത്തില്. അന്ന് കോളേജ് സ്റ്റുഡൻസ് അധികം ആരും ഈ ഫീൽഡിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ശരിയാണ്, ഒരു പുതിയ ട്രെൻഡ് സെറ്റർ ആകേണ്ടി വന്നു. അതെ, അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ വരുമാന കണക്കുകൾ, വലിയ ചെക്കുകളൊന്നും കയ്യിലില്ല. ഇവിടെയാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. അതെ, അദ്ദേഹം അതിനൊരു പ്രശ്നമായിട്ടല്ല കണ്ടത്, അല്ല, അതൊരു അവസരമായിട്ടാണ് കണ്ടത്. അതെ, ഇന്ന് എന്റെ കയ്യിൽ മറ്റാരുടെയും ചെക്കുകൾ കാണിക്കാനില്ലായിരിക്കാം, പക്ഷേ അധികം വൈകാതെ എന്റെ സ്വന്തം ചെക്ക്, എന്റെ സ്വന്തം വരുമാനം ഇന്ത്യ മുഴുവൻ അറിയും എന്നൊരു ദൃഢനിശ്ചയം. കറക്റ്റ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രതിസന്ധിയെ അവസരമാക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. അതെ, അദ്ദേഹം മനസ്സിലാക്കിയ ബേസിക് ഐഡിയ ആണെങ്കിൽ വളരെ സിമ്പിളുമായിരുന്നു. ഒരുപക്ഷെ അതാണിതിന്റെ ഏറ്റവും വലിയ ആകർഷണവും. എന്തായിരുന്നു ആ ഐഡിയ? വെറും ദുക്കാൻ ബദൽക്കേ, കട മാറ്റുക. അതെ, നമ്മൾ സ്ഥിരം സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങുന്ന കട ഒന്ന് മാറ്റുക, വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുക. അതിഷ്ടപ്പെട്ടാൽ ആ അനുഭവം മറ്റുള്ളവരോടൊന്ന് പറയുക. ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ലാളിത്യം, അതാണ് പലപ്പോഴും ആളുകളെ ആകർഷിക്കുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വലിയ കടമുറികളോ സ്റ്റോക്കോ വേണ്ട. നമ്മൾ എന്തായാലും നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നു, ആ വാങ്ങുന്ന ബ്രാൻഡൊന്ന് മാറ്റി വെസ്റ്റീജ് ഉപയോഗിക്കുന്നു. അതെ, നല്ലതാണെന്ന് തോന്നുമ്പോൾ അത് നാലാളെ അറിയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായൊരു കൺസെപ്റ്റ്. വളരെ സിമ്പിൾ. പക്ഷേ ആ സിമ്പിൾ കാര്യം കൃത്യമായി, സ്ഥിരമായി വെസ്റ്റീജ് പറയുന്ന ആ സിസ്റ്റം അനുസരിച്ച് പിന്തുടരുന്നതിന്റെ ഫലമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതെ, സ്ഥിരത പ്രധാനമാണ്. അദ്ദേഹം 6 വരുമാനത്തിലേക്ക് എത്തി, അതായത് ലക്ഷങ്ങൾ പ്രതിമാസം. കൊള്ളാം. പിന്നീട് 7 വരുമാനത്തിലേക്ക്, അതായത് 10 ലക്ഷത്തിനു മുകളിൽ മാസവരുമാനം. ഇതൊക്കെ ഒരു സാധാരണ തുടക്കത്തിൽ നിന്നാണ്. അവിശ്വസനീയമെന്ന് തോന്നും ചിലപ്പോൾ. തോന്നും, പക്ഷെ അതാണ് ആ സിസ്റ്റത്തിന്റെ പവർ.
പിന്നെ യാത്രകൾ. പലരും പാസ്പോർട്ട് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന പ്രായത്തിൽ 13 വിദേശയാത്രകൾ. 13 തവണ? അതെ, പാസ്പോർട്ടിലെ പേജ് തീർന്നുപോയി എന്ന് അദ്ദേഹം തമാശയായിട്ട് പറയുന്നുണ്ട്. കൊള്ളാം. ഇതൊക്കെ സാധാരണ ഒരു ജോലിയിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല, അത്ര എളുപ്പമല്ല. പിന്നെ തുടക്കത്തിൽ എതിർത്തിരുന്ന അച്ഛൻ ഇന്ന് മകനെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്നു. അതൊരു വലിയ അംഗീകാരമല്ലേ? തീർച്ചയായും കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടുക എന്നത് വലിയ കാര്യമാണ്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് വെറും 24.5 വയസ്സില് വെസ്റ്റീജിന്റെ കാർ ഫണ്ടിലൂടെ ഒരു ഓഡി Q3 സ്വന്തമാക്കി. ഓഡി 24 വയസ്സിൽ? അതെ, ഏകദേശം 22 ലക്ഷം രൂപ വില വരുന്ന കാറ്. വെസ്റ്റീജിന്റെ കാർ ഫണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് കാറ് വാങ്ങാൻ കമ്പനി കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ്. അപ്പൊ അതും ഈ സിസ്റ്റത്തിലൂടെ നേടിയെടുത്തതാണ്? അതെ, അദ്ദേഹം പറയുന്നത് സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സ്വപ്നമായിരുന്നു അതെന്നാണ്. ശരിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചാലോചിക്കേണ്ടത് ഇതെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ്? ആ ലളിതമായ തീരുമാനത്തിൽ നിന്ന്. അതെ, കടമാറുക, ദുക്കാൻ ബദൽക്കെ, വെസ്റ്റീജ് പ്രോഡക്ട്സ് ഉപയോഗിക്കുക. അതിഷ്ടപ്പെട്ടപ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. പിന്നെ കമ്പനി നൽകുന്ന ആ സിസ്റ്റം, ആ പരിശീലനം, ആ വഴികൾ, അത് കൃത്യമായിട്ട് പിന്തുടരുക. കറക്റ്റ്. അതിലെ സ്ഥിരത. ആ സ്ഥിരത, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ വലിയ നേട്ടങ്ങൾ. ഉയർന്ന വരുമാനം, വിദേശയാത്രകൾ, ആഡംബരക്കാർ, എല്ലാം. അദ്ദേഹം തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. കൂട്ടുകാരൊക്കെ പഠിത്തം കഴിഞ്ഞ് പേരിന്റെ കൂടെ DR, ER എന്നൊക്കെ ചേർക്കുമ്പോൾ താൻ പേരിനൊപ്പം CR എന്ന് ചേർക്കുന്നു എന്ന്. CR? ക്രോർപതി ശിവം, അതായത് കോടീശ്വരൻ. കൊള്ളാം. അതൊരു സ്റ്റേറ്റ്മെന്റാണ്, വെറും പണമല്ല. അതൊരു അച്ചീവ്മെന്റിന്റെ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ സിംബലാണ്. അതെ, വെസ്റ്റീജ് സിസ്റ്റം നൽകിയ ഒരു വിജയം, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. തന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം വെസ്റ്റീജ് മാനേജ്മെന്റിന് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മളോടായി, കേൾക്കുന്ന ഓരോരുത്തരോടുമായി ഒരു കാര്യം പറയുന്നു. എന്താണത്? വളരെ പവർഫുള്ളായ ഒരു വാചകം. എനിക്കിത് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും സാധിക്കും. അത് വലിയൊരു മോട്ടിവേഷനാണ്. അതെ. ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പ്രധാന പോയിന്റ് എന്താണ്? ശരിയായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, പിന്നെ ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ പറ്റും എന്നത് തന്നെയല്ലേ? തീർച്ചയായും. ആർക്കും. പശ്ചാത്തലമോ വലിയ വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ഒരു തടസ്സമാകുന്നില്ല. ആ സിസ്റ്റത്തിലുള്ള വിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സും മതി. അപ്പോ ശിവം ഗോസ്വാമിയുടെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ പ്രധാന ചിന്തകൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. 1. വെസ്റ്റീജ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വ്യക്തിഗത വളർച്ചയ്ക്കും നല്ലൊരു സാമ്പത്തിക ഭാവിക്കുമുള്ള വലിയ സാധ്യത. ഉറപ്പായും. 2. ഈ ബിസിനസ് ആശയത്തിന്റെ ലാളിത്യം. വാങ്ങുന്ന കട ഒന്ന് മാറുക, അനുഭവം പങ്കുവയ്ക്കുക. വളരെ സിമ്പിൾ. അതെ, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 3. ആ സിസ്റ്റം പിന്തുടർന്ന് സ്ഥിരമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന റിസൾട്ട്സ്. അത് വരുമാനമായാലും യാത്രകളായാലും കാറായാലും നേട്ടങ്ങൾ ആകർഷകമാണ്. ശരിയാണ്. ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം, പിന്നെ ലളിതമായ പ്രവൃത്തിയിലുള്ള സ്ഥിരത, അതിന്റെയൊക്കെ ശക്തിയാണ് ഈ കഥ നമ്മളെ കാണിച്ചു തരുന്നത്. അതെ. നിങ്ങൾക്കായി ഒരു ചിന്ത ഞാൻ പങ്കുവെക്കട്ടെ. നമ്മൾ കേട്ടല്ലോ, വെറും കട മാറിയതിലൂടെയാണ് ഇത്രയും മാറ്റങ്ങൾ വന്നതെന്ന്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ശീലങ്ങളിൽ, അത് ചിലപ്പോ വാങ്ങുന്ന ശീലങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതിയാകാം, അതിൽ വരുത്തുന്ന ഏത് ചെറിയ ലളിതമായ ഒരു മാറ്റമായിരിക്കും ഒരുപക്ഷേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ വാതിലുകൾ തുറന്നു തരിക. അത് വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്, ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അതെ. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും നന്ദി. ശിവം ഗോസ്വാമിയുടെ വെസ്റ്റീജിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് പുതിയ ചില ചിന്തകളും ഒരുപക്ഷേ പ്രചോദനവും നൽകിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അടുത്ത തവണ മറ്റൊരു വിഷയവും അതിന്റെ ആഴത്തിലുള്ള വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.